അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 159. എന്താ ഊഞ്ഞ, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം? അഗ്നിജ്വാലയോട് വീണ്ടും ചോദിച്ചു. ദേവേട്ട, മിണ്ടാതെ പൊക്കോട്ടോ, വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട്. ജ്വാല അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അതിനും വേണ്ടി എന്തുണ്ടായി? അവൻ ചിരിയോടെ ചോദിച്ചു. ചിത്തു മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. എന്തുണ്ടായിന്നോ? നീ ആയിരിക്കുന്ന ജന്തുവിനെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ഇറക്കി വിടവളെ. ചിത്തു ദേഷ്യത്തോടെ പറഞ്ഞു. സുരഭി പേടിയോടെ തലതാഴ്ത്തിയിരുന്നു. അഗ്നിയുടെ നോട്ടം അവളിലേക്ക് നീണ്ടു. പേടിയോടെ തലയും താഴ്ത്തി കൂനിക്കോടി ഇരിക്കുന്ന സുരഭിയെ കണ്ട് അഗ്നിയുടെ ചുണ്ടിൽ പുച്ഛ സ്ഥാനം പിടിച്ചു. ഇതെന്താ അമ്മ ഭിക്ഷക്കാരെയൊക്കെ അകത്ത് കയറ്റി ഇരുത്തിയിരിക്കുന്നെ? വല്ലതും കൊടുത്ത് പറഞ്ഞു വിട്ടെ. ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതാ. പിള്ളേരെ പിടുത്തക്കാർ ഇറങ്ങിയേക്കുന്ന സമയാ. ഇന്നാ കൊച്ചെ, 10 രൂപയുണ്ട്. ഇതും വാങ്ങി സ്ഥലം കാലിയാക്കാൻ നോക്ക്. അഗ്നി അവിടെ ഇരിക്കുന്ന ആൾ ആരാണെന്ന് പോലും അറിയില്ല എന്നുള്ള രീതിയിൽ സുരഭിക്ക് നേരെ പണം നീട്ടി. ജ്വാല അവനെ വാപ്പൊളിച്ചു നോക്കി. അവൻ മനഃപൂർവ്വം അവളെ കളിയാക്കുകയാണെന്ന് ജ്വാലയ്ക്ക് മനസ്സിലായി. പൊന്നോ മീനോ പരസ്പരം ഒന്ന് നോക്കി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേടി, ഇത് അവാർഡ് കൊടുക്കേണ്ട മുതല് തന്നെ. പൊന്നു ചിരിയോടെ പറഞ്ഞു. സത്യം. മീനു താടിക്ക് കൈ കൊടുത്തു. അഗ്നിയുടെ പറച്ചില് കേട്ട് സുരഭി ദേഷ്യത്തോടെ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. മുഖം മറഞ്ഞു കിടക്കുന്ന തലമുടിക്കുള്ളിലൂടെ അഗ്നി അവളെ മനസ്സിലാവാത്തതുപോലെ നോക്കി. ആ, അങ്ങനെ വല്ലതും കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. ചിത്തു ചുണ്ടുകൊട്ടി. ഇന്നാ കൊച്ചെ, പൈസ പിടിക്ക്. അഗ്നി വീണ്ടും പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ നക്കാപ്പിച്ച പൈസയൊന്നും വേണ്ട. തളർന്നതെങ്കിലും ദേഷ്യത്തോടെ സുരഭി മുരണ്ടു. പൈസയ്ക്ക് വന്നതല്ലേ നീ? നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. അഗ്നി അലറി. സുരഭി ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ ചുമരിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് അവളുടെ തലമുടി പുറകിലേക്ക് ഒതുക്കി വെച്ച് അഗ്നിയെ തറപ്പിച്ചു നോക്കി. അഗ്നിയേട്ടാ, ഇത് ഭിക്ഷക്കാരിയല്ല, സൗബിയുടെ ചേച്ചിയാ സുരഭി. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാളെ. അഗ്നി സുരഭിയെ കളിയാക്കിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നി അമ്പരപ്പോടെ സുരഭിയെ നോക്കി. സുരഭിയോ? എന്തേ തറയിലിരിക്കുന്നേ? ആരും ഇരിക്കാൻ ചേറ് തന്നില്ലേ? അഗ്നി ചോദിച്ചതും അവളുടെ കണ്ണു നിറഞ്ഞു. അഗ്നി, നിങ്ങളുടെ അമ്മ എന്നെ അടിച്ചു. അവൾ അവന് മുന്നിൽ വന്നു നിന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു. അഗ്നിയാണെങ്കിൽ ആണോ കുഞ്ഞെ എന്ന പോലെ അവളെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. അത് കണ്ട് ജ്വാല അഗ്നിയെ തന്നെ തറപ്പിച്ചു നോക്കി തിണ്ണയിൽ നിന്നും എഴുന്നേറ്റു. അഗ്നി അവളെ ഒന്ന് പാളി നോക്കി. താനും സുരഭിയും തമ്മിൽ സംസാരിക്കുന്നത് ജ്വാലയ്ക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് അഗ്നിക്ക് മനസ്സിലായി. എടാ അഗ്നി, എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചും കണ്ടും വേണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. അവൻ സ്വയം അവനോട് തന്നെ വീണ്ടും പറഞ്ഞു. അഗ്നി, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അഗ്നി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സുരഭി ശബ്ദമുയർത്തി. ചെവിക്ക് കുറച്ച് കേൾവിക്കുറവുണ്ടെന്ന് തോന്നുന്നു സുരഭി. താൻ എന്താ പറഞ്ഞേ? അഗ്നി കൂസലില്ലാതെ ചോദിച്ചു. അത് അഗ്നി, എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. നിങ്ങളുടെ അമ്മ കാണിച്ചു വെച്ചത് ഇതൊക്കെ. സുരഭി അവളുടെ കവിളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അഗ്നി അവളെ സൂക്ഷിച്ചു നോക്കി. കവിളിൽ ചില്ലുകൊണ്ട് പോറിയ മുറിവുണ്ട്. ചുണ്ടും പൊട്ടി ചോര വന്നിട്ടുണ്ട്. ഐലൈനർ വെച്ച് എഴുതിയ കണ്ണുകൾ ആകെ പരന്ന് പേക്കോലായിട്ടുണ്ട്. മുടിയാകെ പാറിപ്പറന്ന് കിടപ്പുണ്ട്. എല്ലാം കൂടി കണ്ടതും അഗ്നി പൊട്ടി ചിരിച്ചുപോയി. അയ്യോ, ഇതെന്താ സുരഭി? ആരാ തനിക്കിങ്ങനെ മേക്കപ്പ് ഇട്ടെന്ന്? എൻ്റെ അമ്മേ, ശരിക്കും പ്രേതം തന്നെ. അതും പറഞ്ഞ് അഗ്നി വീണ്ടും ചിരി തന്നെ. സുരഭിയുടെ കൈ ദേഷ്യം കൊണ്ട് ചുരുങ്ങി. അഗ്നി, നിങ്ങൾ എന്താ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ? ഇതൊന്നും മേക്കപ്പ് അല്ലാന്ന് കണ്ടറിഞ്ഞൂടെ? ഈ സ്ത്രീ എന്നെ അടിച്ചതാ ഇത്. സുരഭി അവനോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ചിത്തുവിന് നേരെ തിരിഞ്ഞു. സ്ത്രീ എന്ന് നിന്റെ വീട്ടിൽ പോയി വിളിയടി. ഇറങ്ങിപ്പോടി, നാശം പിടിച്ചവളെ എൻ്റെ വീട്ടിൽ നിന്ന്. ചിത്തു സുരഭിയെ അടിക്കാനായി വീണ്ടും പാഞ്ഞു വന്നു. സുരഭി പേടിയോടെ ചുമരിലേക്ക് ചാരി നിന്നു. അമ്മേ! ജ്വാല അവരെ പിടിച്ചു വെച്ചു. ദേ കണ്ണ, ഇപ്പൊ പറഞ്ഞു വിട്ടേക്കണേ ഈ പെണ്ണിനെ ഇവിടെന്ന്, ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ ശരിയാക്കും ഇവിടെ ഇട്ട്. ചിത്തു പല്ലിരുമ്മി. അമ്മേ, സുരഭി സൗപർണിക്ക് വയ്യാത്തോണ്ട് അവളെ നോക്കാൻ വന്നതാ. കുറച്ചു ദിവസം നിന്നിട്ട് ഇവള് പൊക്കോളും. അഗ്നി ശാന്തമായി പറഞ്ഞു. നടക്കില്ല കണ്ണ, ഇവളെ പോലെ ഒരുത്തിയെ എന്ത് വിശ്വസിച്ച് ഇവിടെ നിർത്തേണ്ടേ? വീണ്ടും എൻ്റെ മോളെ ഇവള് ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല എന്ന് ആര് കണ്ടു? ചിത്തു അഗ്നിയെ തുറച്ചു നോക്കി. ജ്വാലയും അഗ്നിയെ തന്നെയാണ് നോക്കിയത്. അവനൊന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ അവൾക്ക് തന്നെ നന്നായിട്ട് അറിയാമേ. അന്ന് തറവാട്ടിൽ പോയപ്പോൾ ഉള്ള ജ്വാലയല്ല ഇപ്പൊ ഉള്ളതെന്നാ എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അന്നത്തെ പോലെ ആരും അവളെ ഒന്നും ചെയ്യില്ല, അല്ലേ കുഞ്ഞ? അഗ്നി ഗൗരവത്തോടെയാണ് അത് പറഞ്ഞത്. ജ്വാല അഗ്നിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ തലയാട്ടി. അഗ്നി കണ്ണു ചിമ്മി. സുരഭി ഈ സമയം അഗ്നിയെ മാത്രമാണ് നോക്കിയത്. അഗ്നിയുടെ വാക്കുകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ജ്വാലയോടുള്ള സ്നേഹം തന്നെയാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനെയെങ്കിൽ എന്നെ എന്തിനിങ്ങോട്ട് വരുത്തി അഗ്നി? സുരഭിക്ക് ചെറുതായി പേടി തോന്നാൻ തുടങ്ങിയിരുന്നു. അതോ എല്ലാവർക്കും മുന്നിലെല്ലാം ഇവന്റെ അഭിനയാണോ? സുരഭി അഗ്നിയെ ഉറ്റുനോക്കി. അഗ്നിയും അതേസമയം തന്നെ അവളെ ഒന്ന് നോക്കി. സുരഭി പതറി. എനിക്കറിയാം സുരഭി, താൻ ഇനി ഒരിക്കലും എൻ്റെ വൈഫിനെ ഉപദ്രവിക്കില്ലാന്ന്.
ഇനി അങ്ങനൊരു ചിന്ത വന്നാലും അവൾ എന്തെങ്കിലും ചെയ്യും മുന്നേ സുരഭി എൻ്റെ മുഖം ഓർത്തേക്കണം കേട്ടോ. എന്നിട്ടും ജ്വാല എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. സുരഭി പേടിയോടെ അവനെ നോക്കിയതും അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു. ഏയ്, ടെൻഷൻ ആവണ്ട സുരഭി, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. സുരഭി ഒന്നും ചെയ്യില്ല, എനിക്കറിയാം, അകത്തേക്ക് പൊക്കോ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. സുരഭി തലയാട്ടി. പക്ഷെ മോനെ, ചിത്തു എന്തോ പറയാൻ ശ്രമിച്ചു. കുറച്ചു ദിവസം സുരഭി ഇവിടെ നിന്നോട്ടെ അമ്മേ, അഗ്നി വീണ്ടും പറഞ്ഞതും ചിത്തു പിന്നെ ഒന്നും മിണ്ടിയില്ല. അഗ്നി തൻ്റെ അമ്മ എന്നെ അടിച്ചതിനെ കുറിച്ച് ഒരു ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായില്ലല്ലോ. ഇതിനു വേണ്ടിയാണോ അപ്പോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? സുരഭിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. അമ്മ നിന്നെ അടിച്ചെങ്കിൽ അതിന്റെ കാരണോ അമ്മ തന്നെ പറഞ്ഞില്ലേ സുരഭി? അന്ന് ജ്വാലയെ നീ കുളത്തിൽ തള്ളിയിട്ടേനുള്ള ദേഷ്യ അമ്മ ഇപ്പൊ തീർത്തേ. അമ്മ ആയതുകൊണ്ട് ഇത്രേ ചെയ്തുള്ളൂ, ആ സ്ഥാനത്ത് ഞാനെന്താ ചെയ്തതെന്ന് സുരഭി മറന്നുപോരുത്. അഗ്നി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. അന്നത്തെ വീശിയടിക്കുന്ന ബെൽറ്റിന്റെ ശബ്ദം സുരഭി അപ്പോ എന്ന പോലെ വീണ്ടും കേട്ടു. അവൾ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കി. അകത്തേക്ക് പൊക്കോ, ഗൗരവത്തോടെ അഗ്നി പറഞ്ഞു. എന്റെ റൂം? അവൾ ചോദിച്ചു. മീനു, പൊന്നു, സൗപർണികയുടെ റൂം സുരഭിക്ക് കാണിച്ചു കൊടുക്ക്, അഗ്നി പറഞ്ഞതും ഇരുവരും തലയാട്ടിക്കൊണ്ട് സുരഭിയെ പുച്ഛത്തോടെ നോക്കി അകത്തേക്ക് പോയി. എന്റെ ബാഗൊന്ന് എടുത്തു വെക്കുവോ, സുരഭി ദയനീയമായി ചോദിച്ചു. സുരഭിച്ചിയുടെ വേദന മാറിയിട്ട് ചേച്ചി തന്നെ എടുത്തു വെച്ചോളൂ, എന്തോ പറയാൻ തുടങ്ങിയ അഗ്നിയെ വിലക്കിക്കൊണ്ട് ജ്വാല പെട്ടെന്ന് പറഞ്ഞു. അഗ്നി കുറുമ്പോടെ അവളെ ഒന്ന് നോക്കി. അവളാണെങ്കിൽ അഗ്നിയെ കൂർപ്പിച്ചു നോക്കിയാണ് അത് പറഞ്ഞത്. സുരഭിക്ക് ജ്വാല പറഞ്ഞത് ഇഷ്ടായിട്ടില്ലെങ്കിലും ഒന്നും പറയാതെ പതിയെ അവൾ അകത്തേക്ക് നടന്നു. അപ്പോഴും തിരികെ പോവാൻ അവളുടെ മനസ്സ് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഫോണിൽ സംസാരിച്ചതിൽ നിന്നും വിപരീതമായ അഗ്നിയുടെ പെരുമാറ്റം സുരഭിയിൽ ഭീതി നിറച്ചു. സുരഭി അകത്തേക്ക് പോയതും അഗ്നി ചിത്തുവിന്റെ അടുത്തേക്ക് വന്നു. ചിത്തു അവനെ കണ്ണുരുട്ടി നോക്കി. എന്തിനാടാ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ചിത്തു അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. സൗപർണികയ്ക്കൊരു സഹായം, അഗ്നി പറഞ്ഞു. അവസാനം നിനക്കവള് ഒരു വയ്യാവേലി ആവരുത്, എനിക്ക് ഉറപ്പുണ്ട് അവളുടെ ഈ വരവിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യം കാണും, ചിത്തു തീർത്തു പറഞ്ഞു. അവളുടെ ലക്ഷ്യം എന്തു തന്നെ ആയിരുന്നാലും അവളത് ചെയ്യട്ടെ അമ്മേ, അതിനായിട്ടാ ഞാൻ കാത്തിരിക്കുന്നെ. അഗ്നിയുടെ മുഖം ക്രൂരമായി. ചിത്തുവും ജ്വാലയും അവനെ ഞെട്ടലോടെ നോക്കി. കണ്ണാ, പകച്ചുകൊണ്ടുള്ള ചിത്തുവിന്റെ ശബ്ദം. ഒരു ഉറപ്പ് മാത്രം അമ്മയ്ക്ക് ഞാൻ തരാം, വളരെ കുറച്ചു ദിവസം മാത്രമേ സുരഭി ഇവിടെ ഉണ്ടാവൂ, അത് കഴിഞ്ഞ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. അത് കഴിഞ്ഞ? ചിത്തു ചോദിച്ചു. അഗ്നി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു കാര്യം അവളെ കൊണ്ട് തന്നെ എനിക്ക് തുറന്ന് പറയിപ്പിക്കാനുണ്ടമ്മേ, അത് കഴിഞ്ഞ അവളെ ഞാൻ തന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും, അത് അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാ. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി അകത്തേക്ക് കയറിപ്പോയി. ജ്വാല പകപ്പോടെ അഗ്നി പോയ വഴിയെ നോക്കി. ചിത്തു ആശ്വാസത്തോടെ ഒന്ന് ചിരിച്ചു. അപ്പൊ കണ്ണൻ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വെറുതെ അല്ല അല്ലേ? എനിക്ക് അതറിഞ്ഞാ മതി. വാ മോളെ, നമുക്കും അകത്തേക്ക് പോവാ. സന്തോഷത്തോടെ അതും പറഞ്ഞ് ചിത്തു അകത്തേക്ക് പോയി. ജ്വാല അപ്പോഴും ആ നിൽപ്പ് തുടർന്നു. എന്താ ദേവേട്ടന്റെ മനസ്സിൽ? ചേച്ചിയെ കൊണ്ട് എന്ത് തുറന്നു പറയിപ്പിക്കുന്നാണാവോ? ജ്വാലയ്ക്കൊന്നും മനസ്സിലായില്ല. ഉള്ളിൽ എന്തിനോ ഒരു പേടി. വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുകയാണോ? അവള് തളർച്ചയോടെ തിണ്ണയിലേക്കിരുന്നു. ഓയ് യക്ഷി, ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അകത്തേക്ക് വരുന്നില്ലേ? ജ്വാല അകത്തേക്ക് വരാത്തത് കണ്ട് പുറത്തേക്ക് തന്നെ വന്നുകൊണ്ട് അഗ്നി കുറുമ്പോടെ ചോദിച്ചു. ജ്വാല അവനെ മുഖമുയർത്തി നോക്കി. അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അഗ്നി അവളുടെ അടുത്ത് വന്നിരുന്നു. എന്തുപറ്റി? അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്തിനാ ചേച്ചി ഇങ്ങോട്ട് വരുത്തിച്ച്? വെറുതെ, അവൻ കുസൃതിയോടെ പറഞ്ഞു. വേണ്ടാട്ടോ ദേവേട്ടാ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ആകെ ദേഷ്യം വന്നിരിക്കുക, അവള് ദേഷ്യത്തോടെ പറഞ്ഞു. ആണോ, എന്തിനാ ദേഷ്യം? അവൻ ശാന്തമായി ചോദിച്ചു. സുരഭേച്ചി ഇവിടേക്ക് വന്നത് എനിക്ക് ഇഷ്ടമായിട്ടില്ല ദേവേട്ടാ, അതിനേക്കാൾ ദേവേട്ടൻ അവർ നോക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല, അവള് മുഖം വീർപ്പിച്ചു. അതെന്താ അങ്ങനെ? അവൻ അവളുടെ മുഖം അവന് നേരെ പിടിച്ചുയർത്തി. ചേച്ചിക്ക് ദേവേട്ടന് ഇഷ്ടമല്ലേ? അന്ന് അവിടുന്ന് പറഞ്ഞില്ലേ അങ്ങനെ? ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ട്, അത് ആ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്, അവള് പേടിയോടെ പറഞ്ഞു. ശരിക്കും? അഗ്നി കണ്ണുവിടർത്തി. ജ്വാല അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. അല്ല കുഞ്ഞ, അവൾക്ക് ഇപ്പോഴെന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുത്തുന്നേ, എന്നെ ഇഷ്ടപ്പെടണ്ടെന്ന് പറയാൻ എനിക്ക് കഴിയില്ലല്ലോ, അവളാണെങ്കിൽ ഒരു സുന്ദരി, അഗ്നി നിഷ്കളങ്കമായി പറഞ്ഞു. ജ്വാല പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അഗ്നി ചിന്തിക്കും മുന്നേ ജ്വാലയുടെ പല്ലുകൾ അഗ്നിയുടെ നെഞ്ചിൽ വേദന തീർത്തിരുന്നു. ആ കുഞ്ഞാ! അവന് നന്നായി വേദനിച്ചു. അവൾ അവന്റെ നെഞ്ചിന്ന് മുഖമുയർത്തി അവനെ പുച്ഛത്തോടെ നോക്കി. അഗ്നി അവളെ തുറച്ചു നോക്കുന്നുണ്ട്. നീ എന്താടി കാണിച്ചേ? ഓ, എനിക്ക് നല്ലോണം വേദനിച്ചു, അവൻ പരിഭവത്തോടെ പറഞ്ഞു. വേദനിക്കണം, അതിനു വേണ്ടി തന്നെ കടിച്ചേ, ഇനി മേലാൽ ഇങ്ങനൊന്നും പറയരുത്, പറഞ്ഞ, അവള് താക്കീതോടെ പറഞ്ഞു. പറഞ്ഞ? അഗ്നി കുറുമ്പോടെ ചോദിച്ചു.
പറഞ്ഞ ഇപ്പൊ കിട്ടിയതുപോലെ ഇനിയും കിട്ടും. സുരഭേച്ചിയുടെ മുന്നിൽ പോയി നിൽക്കുന്ന ഓരോ നിമിഷവും എന്റെ മുഖം ഓർത്തിട്ട് വേണം നിങ്ങൾ അവരോട് സംസാരിക്കാൻ. ചിരിച്ച് സംസാരിക്കുന്ന എങ്ങാനും ഞാൻ കണ്ട പൊന്നുമോനെ അഗ്നിദേവേ, പിന്നെ നിങ്ങളുടെ കാര്യം കട്ട പുകയാ, ഓർത്തു വെച്ചോ. കലിയോട് അവനോട് അത്രയും പറഞ്ഞ് അവന്റെ നെഞ്ചിൽ കൈ ചുരുട്ടിയിടിച്ച് ദേഷ്യത്തോടെ അവൾ അകത്തേക്ക് പോയി. അഗ്നി നെഞ്ചിൽ കൈവച്ച് അവള് പോകുന്നോ നോക്കിയിരുന്നു. സുരഭി എന്റെ കഞ്ഞിയിലെ പാറ്റിയാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടല്ലോ എന്റെ മഹാദേവ. അഗ്നിയിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. ആ ശവത്തിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പാസിൽ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ കുഞ്ഞൻ. ഏയ്, അത് പാടില്ല. പെണ്ണിന് ഇപ്പൊ തന്നെ ബാധ കയറിയിട്ടുണ്ട്. സോ റിസ്ക് എടുക്കണ്ട അഗ്നി. അവൻ സ്വയം അവനോട് തന്നെ പറഞ്ഞു. പതിയൊന്ന് ചിരിച്ചു. ഇല്ല, സൗപർണികയും സുരഭിയും കൂടിപ്പോയ 2 ദിവസം ഇവിടെ കാണൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ ഉണ്ടാവില്ല. അഗ്നി ഉറപ്പോടെ പറഞ്ഞു. സുരഭി, ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ആ ചരണ്ട കൂടെ നീയും കൂടി ചേർന്നല്ലടി എനിക്കിട്ട് പണിയാൻ നോക്കിയേ. അതിനുള്ള ചെറിയ പണിയെങ്കിലും നിനക്ക് ഇവിടുന്ന് തന്നിരിക്കും ഞാൻ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബാക്കിയും. ക്രൂരത നിറഞ്ഞ ചിരിയോടെ അത് പറയുമ്പോഴും അഗ്നി മുന്നോട്ടുള്ള പല കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ജ്വാല പോയതിനു പിന്നാലെ തന്നെ അഗ്നിയും അകത്തേക്ക് നടന്നു. അഗ്നിയും ജ്വാലയും കൂടി അകത്തേക്ക് ചെല്ലുമ്പോൾ സൗബിയുടെ ഡോറിന്റെ അടുത്ത് നിൽക്കുകയാണ് സുരഭിയും മീനും പൊന്നും കൂടി. ജ്വാല ചിത്തുവിനെ തിരഞ്ഞു. സോഫയിലിരുന്ന് സുരഭിയെ തുറച്ചു നോക്കുകയാണ് ചിത്തു. അത് കണ്ട് ചിരിയോടെ അവരിൽ നിന്ന് നോട്ടം മാറ്റി ജ്വാല വീണ്ടും സുരഭിയെ നോക്കി. ഇതെന്താ ഇത്രയും നേരമായിട്ടും സൗബി ഡോറ് തുറന്നില്ലേ? ജ്വാല വിളിച്ചു ചോദിച്ചു. ഒന്നാകെ ചതഞ്ഞ് കിടക്കല്ലേ ഏട്ടത്തി, എഴുന്നേക്കാൻ പണിയായിരിക്കും. മീനു വാപ്പുത്തി ചിരിച്ചു. എനിക്ക് വേറെ റൂം മതിയായിരുന്നു, ഇവിടെ ഒത്തിരി റൂമൊക്കെ ഉണ്ടല്ലോ. സുരഭി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അഗ്നിയുടെ വീട് എത്ര വലുതാണെന്ന് നോക്കിക്കാണുകയായിരുന്നു അവൾ. അതൊക്കെ ഉണ്ട് സുരഭി, എങ്കിലും സുരഭി സൗപർണികയെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് ഈ റൂമിൽ തങ്ങുന്നേ നല്ലത്, അഗ്നി പറഞ്ഞു. താല്പര്യമില്ലാത്തതുപോലെ അവളൊന്നും മൂളി. ജ്വാല അഗ്നിയെ നോക്കി പുരികമുയർത്തി. അവൻ എന്തായെന്ന പോലെ അവളെ നോക്കിയും അതുപോലെ തന്നെ പുരികമുയർത്തി കാണിച്ചു. അവൾ അവനെ തറപ്പിച്ചു നോക്കി അവനിൽ നിന്ന് മുഖം തിരിച്ചു. അഗ്നി അപ്പോഴും കുറുമ്പോടെ അവളെ നോക്കുന്നുണ്ട്. ഞാൻ സുരഭിയോട് സംസാരിക്കുന്ന പെണ്ണിന് ഒട്ടും ഇഷ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യാ കുഞ്ഞാ, എനിക്ക് അവളോട് സംസാരിച്ചേ പറ്റൂ. ചിലപ്പോൾ അതെല്ലാം നിന്നെ വേദനിപ്പിച്ചേക്കാം. പക്ഷെ ഞാൻ അവളോട് കാണിക്കുന്ന ഈ സൗമ്യമായ സംസാരത്തിന്റെ അർത്ഥം എന്താന്ന് സുരഭി തന്നെ വൈകാതെ നിന്നോട് പറയും. അഗ്നി മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുരഭിയെ ഉറ്റുനോക്കി. സൗബി ഡോറ് തുറക്കുന്നോ നോക്കി അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണവൾ. ചിത്തൂനെ ഇടയ്ക്കിടയ്ക്ക് പേടിയോടെ തിരിഞ്ഞു നോക്കുന്ന സുരഭിയെ പുച്ഛത്തോടെ നോക്കി ടേബിളിൽ ചാരി നിന്നു അഗ്നി. അതേ നിമിഷം തന്നെ സൗബിയുടെ റൂമിന്റെ ഡോറ് തുറന്നു. എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് പോയി. സൗബിയുടെ മുഖത്ത് നീരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മൂക്ക് വീർത്തതും ഓക്കെയായി വരുന്നുണ്ട്. അവള് മുന്നിൽ നിൽക്കുന്ന സുരഭിയെ കണ്ട് അമ്പരന്നു പോയി. ചേച്ചിയോ? ചേച്ചി എന്താ ഇവിടെ? അതേ അമ്പരപ്പോടെ തന്നെ അവള് ചോദിച്ചു. അതൊക്കെ പറയാ, നീ ആദ്യമൊന്ന് മാറ്, ഞാൻ അകത്തേക്ക് കയറട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് സുരഭി അവളെ തള്ളിമാറ്റി അകത്തേക്ക് കയറി. ആ! സൗബി ഡോറിൽ ഇടിച്ചു നിന്നു. അല്ലെങ്കിൽ തന്നെ ശരീരം മുഴുവൻ വേദനയാണ് അവൾക്ക്. അതൊന്നുകൂടി കൂടിയതുപോലെ തോന്നി. നാശം, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അല്ലെങ്കിൽ തന്നെ ആര് ക്ഷണിച്ചിട്ടാ നീ ഇങ്ങോട്ട് വന്നേ? സൗബി ദേഷ്യത്തോടെ ചോദിച്ചു. നിന്നെ ആര് ക്ഷണിച്ചിട്ടാ നീ ഇങ്ങോട്ട് കയറി വന്നേ? ആരും വിളിച്ചിട്ടില്ലല്ലോ, വെലിഞ്ഞു കയറി വന്നതല്ലേ നീ? നീ എന്നെ ചോദ്യം ചെയ്യുന്നോ? ഞാൻ എന്തായാലും നിന്നെ പോലെ വിളിക്കാത്തടത്തേക്ക് വെലിഞ്ഞു കയറി വന്നതല്ല. എന്നെ ക്ഷണിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. സുരഭി പുച്ഛത്തോടെ അവളോട് പറഞ്ഞുകൊണ്ട് ബെഡിൽ കയറി കിടന്നു. മീനു പൊന്നു ജ്വാലയും പെട്ടെന്ന് അവിടെ നിന്ന് തിരികെ പോന്നു. അവരായി അവരുടെ പാടായി. എന്താലേ, രണ്ടും കണക്കാ. മീനു ആരോടൊന്നില്ലാതെ പറഞ്ഞു. പൊന്നു അതേന്ന പോലെ തലയൊന്നാട്ടി. ഇങ്ങനെയാണെങ്കിൽ ഇവളും പോന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. മീനു കണ്ണിറുക്കി. മീനു, ആവശ്യമില്ലാത്ത ഒന്നിനും പോവണ്ടാട്ടോ, ജ്വാല താക്കീതോടെ പറഞ്ഞു. ഓ! മീനു ചുണ്ടുകൊട്ടി. പൊന്നു ചിരിയോടെ മീനുവിനെ നോക്കി ഒന്നുമില്ലാന്ന് തലയാട്ടി. തുടരും.